ഹലോ ഗൈസ്, നമ്മളിവിടെ അടുത്തുള്ളൊരു രാധാകൃഷ്ണ ടെമ്പിളിലോട്ട് പോവുകയാണേ. കുറേ ആയിട്ടോ പോകണമെന്ന് വിചാരിക്കണേ. ഇന്നാട്ടോ നടന്നത്. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, പോവാന്ന് വിചാരിച്ചേ. പോയി കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ, 2-3 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. നമുക്ക് കയറി നേരെ പോയാലോ. മെട്രോ ഇറങ്ങിയിട്ടോ, നമ്മുടെ രാധാകൃഷ്ണ ടെമ്പിളിൻ്റെ അവിടുത്തെ മെട്രോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാനിട്ടിട്ട് നേരെ പോവാ കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ രാധാകൃഷ്ണ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി ടെമ്പിളാണ്, ആരും മിസ്സാക്കരുത് കേട്ടോ കാണാൻ. ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെക്കിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അപ്പുറത്ത് ബോയ്സും അപ്പുറത്ത് ഗേൾസും കൂടെയാണ്. അപ്പോൾ നേരെ ചെക്ക് ചെയ്യാൻ പോയിട്ടോ. ഒരാൾക്കൊരു പണി കിട്ടിയ ഇവിടെ സ്ലീവ്ലെസ് ഇടാൻ പറ്റില്ല, പിന്നെ ഷോൾ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ, അപ്പോൾ അതില്ലാത്തതുകൊണ്ട് പുറത്ത് ഒരു ചേട്ടനാട്ടോ സഹായിച്ചേ. ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ ആരും ഇല്ല, ക്യാഷ് ഇല്ല എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് ചേട്ടനാട്ടോ സഹായിച്ചേ. അപ്പോൾ പിന്നെ നമ്മൾ ഗൂഗിൾ പേ കൊടുത്ത് ആളുടെ നിന്ന് പൈസ മേടിച്ച് ഒരു ഷാളും മേടിച്ച് അമ്പലത്തിലോട്ട് പോയേ. അപ്പോൾ ഇവിടെ നമുക്ക് ചെരുപ്പ്, നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഒരു കവറുണ്ട്, ആ കവറിൽ നമ്മുടെ എല്ലാവരും ചെരുപ്പ് ഇട്ടിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ തരും. അപ്പോൾ നമ്മൾ വരുമ്പോൾ തിരിച്ചു കൊടുത്താൽ നമ്മുടെ കാര്യങ്ങളും ചെരുപ്പും കാര്യങ്ങളൊക്കെ തരുവേ. ഇവിടെയും പൈസ കൊടുക്കണം, 20 രൂപ. ഞങ്ങളുടെ കയ്യിൽ ക്യാഷൊന്നുമില്ല, ഫുള്ള് ഗൂഗിൾ പേ. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ഗൂഗിൾ പേ ഇല്ലയെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നിട്ട് നേരെ വിട്ടു. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞേ. അപ്പോൾ നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാം കേട്ടോ. ഇവിടെ കാലൊക്കെ കഴുകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ട ഒരു കാലൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതാട്ടോ അമ്പലത്തിൻ്റെ മുൻവശം പറയുന്നത്. നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ കുറേ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കൃഷ്ണീരാധനയും കാണാനുള്ളത്. അത് കൃഷ്ണീരാധന മെയിൻ അതിൻ്റെ മേലെ ആട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ
വീഡിയോസ് എടുക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ പുറത്ത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ പ്രതിഷ്ഠകളൊക്കെ കണ്ട് വന്ന് ഇവിടെയാട്ടോ രാധാകൃഷ്ണൻ ദൈവം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പുറത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ദൈവത്തിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാട്ടോ. നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ബേക്കറി കാര്യങ്ങൾ, പിന്നെ കൃഷ്ണ വിഗ്രഹങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ അതൊന്നും ഉൾപ്പെടുത്താത്ത. പിന്നെ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കിവിടെ പ്രസാദമുണ്ട്, അപ്പോൾ അത് മേടിക്കാൻ പോകാനുള്ളൊരു ഉത്സാഹമാട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇവിടെയും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പ്രസാദം മേടിക്കുന്നത്. പ്രസാദമൊക്കെ മേടിച്ചു കഴിച്ചു. അപ്പോൾ തിരിച്ചു പോകുക കേട്ടോ. അപ്പോൾ നമ്മൾ ടോക്കൺ കൊടുത്തിട്ട് നമ്മുടെ ചെരുപ്പ് മേടിക്കണേ. ചെരുപ്പ് മേടിച്ചിട്ട് നേരെ നമുക്ക് പോവാട്ടോ. ഇത് അമ്പലത്തിൽ നിന്ന് മേടിച്ച ഷോളാട്ടോ. അവിടെ സ്ലീവ്ലെസ് ഇട്ടിട്ട് വരുന്നവർക്കൊക്കെ അവിടെ ഷോളുണ്ട്. അപ്പോൾ നമ്മൾ 20 രൂപ ചാർജ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ആൾ ഷോളൊക്കെ അഴിച്ച് നല്ലപോലെ മടക്കി വൃത്തിയാക്കി തിരിച്ചു കൊടുക്കുക കേട്ടോ. ഇത് നല്ലൊരു അനുഭവം കേട്ടോ ആൾക്ക് എന്തായാലും. അപ്പോൾ ഷോളൊക്കെ മടക്കി അവിടെ നമ്മൾ ഏൽപ്പിച്ചു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ഇറങ്ങി മെട്രോ സ്റ്റേഷൻ്റെ അവിടേക്ക് നടക്കുകയാണ്. നല്ല വെയിൽ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിരുന്നു, ഒരു നല്ലൊരു ബേക്കറി നോക്കി കയറി എല്ലാവരും ലൈമും ഒരു സാൻഡ്വിച്ചും ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കുക കേട്ടോ. തിരിച്ച് റൂമിലോട്ട് നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ കോയിനൊക്കെ എടുത്തു നേരെ മെട്രോ കയറാൻ പോവുകയാണേ. ഭയങ്കര ടയേർഡാട്ടോ, വെയിലൊക്കെ നടന്നിട്ടുള്ള ഭയങ്കര ടയേർഡാണ്. നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കയറിയാലോ. നേരെ റൂമിലോട്ട്, ഒന്നുമില്ല, നേരെ റൂമിലോട്ടാണ്. ഇറങ്ങി ഇനി നേരെ റൂമിലോട്ട്. നല്ല ടയേർഡാണ്. അപ്പോൾ പിന്നെ നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം. ഓക്കെ.